മരിച്ചതിന് ശേഷം എന്താണെന്ന് നമുക്ക് അറിയാമായിരുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ നമ്മൾ ഭയത്തോടെ കഴിയുമായിരുന്നു. മനുഷ്യരെ ജാതി മതവും രാഷ്ട്രീയവും നോക്കാതെ നമ്മൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും കീഴ്പ്പെടുകയും ചെയ്യുമായിരുന്നു. ഒരിക്കൽ മരിച്ചതിന് ശേഷം നമ്മൾ ഉയർത്തെഴുന്നേറ്റ് ദൈവപുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ സകല പാപത്തിന്റെയും കണക്ക് തീർക്കുന്ന ഒരു നാളുണ്ടെന്നുള്ള ബോധ്യം നമുക്ക് വന്നിരുന്നെങ്കിൽ നമ്മൾ താഴ്മയോടെ ജീവിക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കുട്ടനാടിന്റെ ഏതോ ഒരു ദേശത്ത് പണ്ടൊരു മനുഷ്യനായിരുന്ന പേര് ഞാൻ മറന്നുപോയി. എന്നോട് അദ്ദേഹത്തിന്റെ ഒരു സ്നേഹിതൻ പറഞ്ഞാണ്, അദ്ദേഹം എന്താണ് 6 അടി ഉയരമുള്ള ഒരു ആചാനുഭാവമായിരുന്നു മനുഷ്യന്. കള്ളു കുടിച്ച് മറ്റുള്ളവരോട് വഴക്കുണ്ടാക്കുന്ന, മറ്റുള്ളവരെ തല്ലുന്ന ഒരു മനുഷ്യന് ആരെന്ത് പറഞ്ഞാലും അടിയാണ് അവന്റെ ഉത്തരം, വാക്കല്ല അടിയാണ്. എന്നാൽ പ്രിയപ്പെട്ട അവന്റെ സ്ഥലം എവിടെയാണെന്ന് എനിക്കറിയത്തില്ല, പണ്ട് എന്നോട് പറഞ്ഞ കഥയാണ്. എന്നാൽ ഈ മനുഷ്യൻ ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട ഉപദേശമാരുടെ പ്രസംഗം കേട്ടങ്ങ് മാനസാന്തരപ്പെട്ടു. അങ്ങനെ മാനസാന്തരപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിനുള്ള മാറ്റം എന്താണെന്നറിയാമോ? അദ്ദേഹത്തിന് ആരുമായിട്ട് തല്ലില്ല. അദ്ദേഹത്തിന് ആരെങ്കിലും തല്ലാൻ വന്നാൽ പോലും അദ്ദേഹം തല്ല് കൊണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കത്തുള്ളൂ. ഇതാണ് അവന് വന്ന മാറ്റം. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു വരമ്പ് വഴിയാണ് പോകേണ്ടത്. ആ വരമ്പ് ഒറ്റ വരമ്പാണ്. അവിടെ എന്താണ്, ഒരു പശുവിനെ കുത്തുന്ന ഒരു പശുവിനെ അയൽക്കാരൻ കൊണ്ട് കെട്ടുവാൻ തുടങ്ങി. ഇവൻ ഗുണ്ടയായിട്ട് നടന്നപ്പോൾ എല്ലാവരും പേടിച്ചു. ഇവൻ മാനസാന്തരപ്പെട്ടു വന്നപ്പോൾ ഇവനെ എല്ലാവർക്കും പുച്ഛമായിട്ട് തീർന്നു. അപ്പോൾ തന്റെ 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടി വരമ്പത്തോടുകൂടിയാണ് സ്കൂളിൽ പോകുന്നത്. അപ്പൊ ഈ കുത്തുന്ന പശുവിനെ കൊണ്ട് ആ വരമ്പത്ത് കെട്ടിയപ്പോഴും ഈ വലിയ മനുഷ്യൻ ചെന്നിട്ട് ആ അയൽക്കാരനോട് പറഞ്ഞു, ചേട്ടാ പശുവിനെ ഇവിടെ കെട്ടല്ലേ, ഒന്ന് മാറ്റി കെട്ടണേ, എന്റെ കുഞ്ഞ് ഇതുവഴിയാ പോകുന്നത്, പശു കുത്തുന്നില്ലയോ. ഇത്രയും പറഞ്ഞതുള്ളൂ. ആ മനുഷ്യനൊരു ഇഷ്ടി എടുത്തിട്ട് ഇവന്റെ തലയ്ക്കിട്ടേറെ. അപ്പോഴെന്താണ്, ഇയാളൊന്നും മിണ്ടിയില്ല. ഇയാൾ തല പൊട്ടി ചോര ഒഴുകി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതൊക്കെ ബാൻഡേജ് ചെയ്യുന്നു. മാത്രമല്ല എറിഞ്ഞവൻ ഏറ് കൊണ്ടവനെതിരെ കൊണ്ട് കള്ളക്കേസും കൊടുത്തു. എന്നിട്ട് എന്താണ് ചെയ്തത്, കോടതി വിളിച്ചു. കോടതിയുടെ മുമ്പില് ഈ തലയിലെ കെട്ടെന്താണെന്ന് ചോദിച്ചു ഈ ജഡ്ജി. അപ്പോൾ അവൻ പറഞ്ഞു, സാറേ ഞാൻ വീണപ്പോ തല ഒരു കല്ലിലിടിച്ചാന്ന് പറഞ്ഞു. നോക്കി, അപ്പോഴും തന്നെ എറിഞ്ഞവനോട് അവന് കരുണയുള്ളൂ. പ്രിയപ്പെട്ട എന്തൊരു മാറ്റം ഇവരുണ്ടായത്. നമുക്ക് ഇങ്ങനെ ഒരു മാറ്റം വേണ്ടേ? കുടുംബ അന്തരീക്ഷത്തിലും സമൂഹത്തിലും ഒരു സമാധാനം വേണ്ടേ? നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടെങ്കിൽ നമ്മൾ ശാന്തരായിട്ട് തീരും. സമാധാനം ഇല്ലാത്തത് കൊണ്ടാണ് നീ കോപിക്കുന്നത്. സമാധാനം ഇല്ലാത്തത് കൊണ്ടാണ് നീ മറ്റുള്ളവരെ തല്ലുന്നത്. സമാധാനം നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ നീ ചീത്ത വിളിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, സമാധാനം നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ മറ്റുള്ളവരോട് നീ കരുണ കാണിക്കും.